പണ്ട് ദക്ഷിണ ചൈനയിലെ വാമ്പനെ എന്ന ഗ്രാമത്തിൽ ലാസുനാസ് എന്നൊരു യുവാവ് താമസിച്ചിരുന്നു. ലാസുനാസിന്റെ ജീവിതം എപ്പോഴും സങ്കടകരമായിരുന്നു. അവൻ അത് സ്വയം അംഗീകരിക്കുകയായിരുന്നു. അവൻ ജീവിതത്തിൽ പലതും ശ്രമിച്ചു, പക്ഷേ എല്ലാം പരാജയമായിരുന്നു. പഠനത്തിലും ബിസിനസ്സിലും കുടുംബജീവിതത്തിലും അവൻ തീർത്തും ഒരു പരാജയമായിരുന്നു. ജീവിതത്തിലെ അവൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പ്രശ്നം കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം ഉയർന്നു വരും. പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ അവൻ പാടുപെട്ടുകൊണ്ടേയിരുന്നു. അവസാനം അവൻ വലിയ കടക്കണിയിൽ ചെന്നുപെട്ടു. അങ്ങനെ വീടും കുടുംബവും ഉപേക്ഷിച്ച് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസുനാസിൻ്റെ ഒരു സുഹൃത്ത് അവനെ കാണാനിടയായത്. സുഹൃത്ത് അവനോട് പറഞ്ഞു, ജീവിതം നിന്റെ മാത്രമാണ്. ഒളിച്ചോടി പോകാനുള്ള നിന്റെ തീരുമാനം അതും നിന്റേതു മാത്രമാണ്. എന്നാൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അത് നിനക്ക് നല്ലതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തലാസസ് പർവ്വതത്തിലെ വനത്തിലെ ഒരു ബുദ്ധാശ്രമത്തിൽ സാങ്ലു എന്ന സെൻഗുരു താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശത്താൽ നിരവധി ആളുകൾ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുകയും സമാധാനപരമായ ജീവിതം എന്നേക്കുമായി വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യൂ, ആ സെൻഗുരുവിനെ പോയി കാണൂ. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. ലാസുനാസ് ചിന്തിച്ചു, എന്തായാലും ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണല്ലോ. അതിനു മുമ്പ് വൃദ്ധനായ ആ സന്യാസിയെ ചെന്ന് കണ്ടേക്കാം. പിറ്റേന്ന് രാവിലെ ഒരു നീണ്ട നർത്തത്തിന് ശേഷം ലാസുനാസ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ബുദ്ധാശ്രമത്തിലെത്തി. ആശ്രമം വളരെ മനോഹരവും തികച്ചും നിശബ്ദവുമായിരുന്നു. കാറ്റിൻ്റെ ശബ്ദവും പക്ഷികളുടെ കരച്ചിലുമല്ലാതെ മറ്റൊന്നും അവൻ കേട്ടില്ല. ലാസുനാസ് അല്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ 4 or 5 പേർ ഒരു മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് അവൻ കണ്ടു. അവൻ അവിടെ ചെന്നിരുന്നു. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ തന്നെപ്പോലെ വന്നവരാണ് ഈ 5 പേരുമെന്ന് അവൻ മനസ്സിലാക്കി. കുറച്ചു സമയത്തിന് ശേഷം വളരെ പ്രായമായ ഒരു സന്യാസി മുന്നോട്ട് വന്നു. എല്ലാവരെയും വണങ്ങിക്കൊണ്ട് അദ്ദേഹം അവരുടെ മുമ്പിലിരുന്നു. സന്യാസി സാങ്ലു എല്ലാവരോടും പറഞ്ഞു, നമോ ബുദ്ധായ, സുപ്രഭാതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. 5 പേരിൽ ഒരാൾ പറഞ്ഞു, അയ്യോ ഗുരുദേവ, ഞാൻ അത്ര സുഖത്തിലല്ല. ഞാൻ ജീവിതത്തിൽ അസ്വസ്ഥനാണ്. എനിക്ക് പണവും സമ്പത്തുമുണ്ട്, പക്ഷേ എൻ്റെ 2 കുട്ടികളെ ഓർത്ത് ഞാൻ ദുഃഖിതനാണ്. അവർ രാവും പകലും അവരുടെ ജീവിതം ആഡംബരത്തിൽ മാത്രം ചിലവഴിക്കുന്നു. മയക്കുമരുന്നിലും ചൂതാട്ടത്തിലും ഒഴുകി എനിക്കുള്ളതെല്ലാം നശിപ്പിക്കുന്നു. ഗുരുദേവ, ഇതിനെന്തെങ്കിലും പരിഹാരം പറഞ്ഞാലും. ഇതെല്ലാം കേട്ട സാങ്ലു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഗുരുദേവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയപ്പോൾ ലാസുനാസ് ഉൾപ്പെടെ എല്ലാവരും അല്പം ആശ്ചര്യപ്പെട്ടു. എല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം ഗുരുദേവ് സാങ്ലു കുറച്ച് പേപ്പറുകളുമായി മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. അതിനായി നിങ്ങൾ എല്ലാവരും ഒരു ലളിതമായ കാര്യം ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, അതെ അതെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. സാങ്ലു പറഞ്ഞു, നിങ്ങൾ 6 പേർക്കായി ഇതാ 6 വെള്ളക്കടലാസുകൾ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം ഒരു പേപ്പറിൽ എഴുതി മടക്കിക്കൊണ്ടുവരിക. ലാസുനാസ് സ്വയം ചിന്തിച്ചു, ഇതായിരുന്നോ കാര്യം? ശരി, എന്തായാലും എഴുതി കൊടുക്കാം. 6 പേരും ഓരോ കടലാസ് എടുത്ത് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എഴുതാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും കടലാസ് മടക്കി ഗുരുദേവന് കൊടുക്കുവാനായി തയ്യാറായി നിന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം സെൻഗുരു സൗമ്യമായ പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ 6 പേരും ഒരു വൃത്താകൃതിയിലിരിക്കുക. എല്ലാവരും അതനുസരിച്ചു. സാങ്ലു പറഞ്ഞു, കയ്യിൽ മടക്കി വെച്ച പേപ്പർ കടലാസ് അടുത്തയാളെ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന പേപ്പർ തുറന്ന് അത് ഹൃദ്യമായി വായിക്കുക. ലാസുനാസ് തൻ്റെ കടലാസ് വലതുവശത്തിരിക്കുന്നയാൾക്ക് നൽകി. ഇടതുവശത്തുള്ള ആളിൽ നിന്ന് പേപ്പർ വാങ്ങുകയും ചെയ്തു. അവനത് വായിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതം ദുരിതപൂർണമാണ്. എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. ഈ ലോകത്ത് ഞാൻ തനിച്ചാണ്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് വിവാഹത്തിനായി ഒരു വധുവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ ഏകാന്ത ജീവിതം എനിക്ക് താങ്ങാനാവുന്നില്ല. വാചകം വായിച്ചതിനു ശേഷം ലാസുനാസ് ഉള്ളിൽ പുഞ്ചിരിക്കാൻ തുടങ്ങി. ഇതൊരു പ്രശ്നമാണോ? നമുക്ക് തടുക്കാൻ കഴിയുന്ന ഒന്നല്ല മരണം. പ്രായമാകുമ്പോൾ എല്ലാവരും മരിക്കും. പിന്നെ അവൻ ഇതുവരെ വിവാഹത്തിനായിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. അയാൾക്ക് ഉത്തരവാദിത്തങ്ങളും കുടുംബ പ്രശ്നങ്ങളുമില്ല. വിവാഹവും കുടുംബവുമൊക്കെയായി ഒട്ടനവധി ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ചുമക്കുന്നതുകൊണ്ടാണ് ഞാൻ കടക്കാരനായത്. ലാസുനാസ് തൻ്റെ കടലാസിൽ നിന്ന് തലയുയർത്തി എല്ലാവരെയും നോക്കി. എല്ലാവരും പരസ്പരം മൃദുവായി ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. സന്യാസി പോലും പുഞ്ചിരിക്കുന്നത് അവൻ കണ്ടു. സന്യാസി സാങ്ലു ലാസുനാസിനോട് ചോദിച്ചു, നിന്റെ കയ്യിലെ പേപ്പറിൽ എഴുതിയിരിക്കുന്ന പ്രശ്നം നിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? അവൻ പറഞ്ഞു, അയ്യോ ഗുരുദേവ, ഇതൊരു പ്രശ്നമേ അല്ല. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ അത് കാലത്തിൻ്റെ ഒഴുക്കിലെ ഒരു സംഭവം മാത്രമാണ്. സന്യാസി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കൽ കൂടി നിങ്ങൾ കടലാസുകൾ കൈമാറുക. ലാസുനാസ് അടുത്തിരുന്നയാളുടെ കയ്യിൽ കടലാസ് കൊടുത്തു. മറ്റൊരു കടലാസ് വാങ്ങുകയും ചെയ്തു. അത് തുറന്ന് വായിക്കാൻ തുടങ്ങി. ഞാനൊരു വില്ലാളിയാണ്.
രാജ്യത്തെ ഏറ്റവും മികച്ച അമ്പെയ്ത്തുകാരൻ ഞാനാകുമെന്ന് കുട്ടിക്കാലം മുതൽ ഞാൻ സ്വപ്നം കണ്ടു. ഇതുവരെ 11 തവണ രാജ്യത്തെ ഏറ്റവും ഉയർന്ന അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ഓരോ തവണയും ഞാൻ പരാജയപ്പെട്ടു. ഈ വർഷം എൻ്റെ ജീവിതത്തിലെ അവസാന അവസരമാണ്. ഇത്തവണ ഞാൻ വിജയിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിത സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടില്ല. എൻ്റെ ജീവിതം വെറുതെയാകും. ഗുരുദേവ, ഈ പ്രശ്നത്തിനുള്ള പരിഹാരം പറഞ്ഞാലും. ലാസുനസ് ഇത്തവണ കുറച്ചുകൂടി പുഞ്ചിരിച്ചു. ഹേയ്, ഇതൊരു പ്രശ്നമാണോ? ഈ വ്യക്തിക്ക് ഏകാഗ്രതയില്ല. അവൻ തൻ്റെ പരിശീലനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അവൻ തീർച്ചയായും വിജയിക്കും. എന്തിനാണ് ഈ അസംബന്ധ പ്രശ്നങ്ങളുമായി ആളുകൾ ഇവിടെ വരുന്നത്? ഇവർക്കൊക്കെ എൻ്റെ അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ലാസുനാസ് തലയുയർത്തി നോക്കിയപ്പോൾ എല്ലാവരും പ്രശ്നങ്ങൾ വായിച്ച് ചിരിക്കുന്നതായി കണ്ടു. ഗുരുദേവൻ വീണ്ടും ലാസുനാസിനോട് ചോദിച്ചു, ഇത്തവണ പ്രശ്നം വളരെ സങ്കീർണമാണോ? ലാസുനാസ് പറഞ്ഞു, അല്ല ഗുരുദേവ, ഇതൊരു പ്രശ്നമേ അല്ല. കാഴ്ചപ്പാടിൻ്റെ തെറ്റു മാത്രമാണ്. ഇത് വെറും സ്വപ്നം കൊണ്ട് മാത്രം നടക്കില്ല. കഠിനമായ പരിശീലനവും ഏകാഗ്രതയും കൊണ്ട് ഈ പ്രശ്നം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. പിന്നെ അതൊരു പ്രശ്നമായി എനിക്ക് തോന്നുന്നേയില്ല. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് മറ്റൊരാളോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലെ കടലാസിൽ എഴുതിയിരിക്കുന്ന പ്രശ്നം ഗൗരവമുള്ളതാണോ? അതിലൊരാൾ പറഞ്ഞു, ഞാൻ വളരെ ദരിദ്രനാണ്. അതിനാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും എനിക്കൊരു പ്രശ്നമാണ്. പണമില്ലാത്തതിനാൽ കുടുംബത്തിൽ സന്തോഷമില്ല. ആ വ്യക്തി കടലാസിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ല ഗുരുദേവ, ഇത് സ്വയം ഉണ്ടാക്കിയ പ്രശ്നമാണ്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ നമ്മുടെ കർമ്മത്തിൻ്റെയും ദൈനംദിന ജീവിതത്തിൻ്റെയും ഫലമാണ്. ഗുരുദേവൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ കടലാസുകൾ മാറ്റൂ. ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കടലാസുകൾ തിരിച്ചു കിട്ടി. ഗുരുദേവൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ കടലാസിൽ ഉള്ളതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നമല്ലേ? അതേ ഗുരുദേവ, ഇതാണ് യഥാർത്ഥവും ബുദ്ധിമുട്ടുമുള്ളതായ പ്രശ്നം. ഇത് കേട്ട് സന്യാസി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നോക്കൂ, ഇതെന്തു തമാശയാണ്. ഇതുവരെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പ്രശ്നമായി തോന്നിയിരുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും നിങ്ങൾക്കറിയാമായിരുന്നു. അതിനെ ശ്രദ്ധാപൂർവം വിലയിരുത്തി. മറ്റുള്ളവർ എഴുതിയ പ്രശ്നങ്ങൾ വായിച്ച് എല്ലാവരും ചിരിക്കുകയും ചെയ്തു. അതൊന്നും ഒരു ജീവിത പ്രശ്നമല്ല എന്നാണ് എല്ലാവർക്കും തോന്നിയത്. ആ പ്രശ്നത്തിനുള്ള പരിഹാരം പോലും എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു പ്രശ്നം അവനിലേക്ക് തിരിച്ചു വന്നപ്പോൾ, അതെ, ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജീവിത പ്രശ്നമാണ്, അതിന് പരിഹാരമില്ല എന്ന ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടായത്. ജീവിതത്തിൽ എല്ലാം കൃത്യമായി തന്നെ നടക്കണമെന്ന് നമ്മളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കും. അതിനാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിലും കൃത്യമായുമായിരിക്കും. വാസ്തവത്തിൽ ഇതെല്ലാം നമ്മുടെ ചിന്തയിലും കാഴ്ചപ്പാടിലുമുള്ള വ്യത്യാസങ്ങളാണ്. ഈ തെറ്റിദ്ധാരണയുടെ ഫലമായി ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മെ വലിയ രീതിയിൽ തകർക്കുന്നു. നമ്മൾ ആകെ നിരാശരാകുന്നു. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നേക്കാം. അതിനെ ബുദ്ധിപൂർവ്വം എങ്ങനെ നേരിടാൻ ശ്രമിക്കാം എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം ശാന്തമാകുക എന്നതാണ്. തലച്ചോറും മനസ്സും അസ്വസ്ഥമായാൽ ശരിയായി ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. എപ്പോഴും ഓർക്കുക, ഒരു പ്രശ്നവും ഈ ജീവിതത്തേക്കാൾ വലുതായിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം നിങ്ങളാണ്. ജീവിതത്തിൽ ചെറുതും വലുതുമായ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ആ പ്രശ്നങ്ങളെ പേടിച്ച് നിങ്ങൾ ഓടിപ്പോകുകയോ അതിൽ നിന്ന് ഒളിക്കുകയോ ചെയ്താൽ ജീവിത പ്രശ്നങ്ങൾ വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുക. ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകും. അത് പലതവണ ഉണ്ടാകാം. എന്നാൽ അതിനെക്കുറിച്ചോർത്ത് വേവലാതിപ്പെടാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും വിജയമുണ്ടാകും. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക. ഈ ലോകത്തിൽ ഇന്ന് വിജയിച്ചു നിൽക്കുന്ന എല്ലാ ആളുകളും പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കിയിട്ടുള്ളവരാണ്. ആഴത്തിൽ ചിന്തിച്ച് പ്രശ്നത്തിൻ്റെ വേരുകളിലേക്ക് പോയി കാരണം കണ്ടെത്തുക. നിങ്ങൾ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. സമയം ഒരിക്കലും നിശ്ചലമായി നിൽക്കുന്നില്ല. അതിനാൽ പ്രശ്നത്തെക്കുറിച്ചോർത്ത് വെറുതെ സമയം കളയാതിരിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതം ഇരുട്ടിലായിരിക്കാം. എന്നാൽ നാളെ അത് വെളിച്ചം കാണുക തന്നെ ചെയ്യും. ലോകത്തിന്നുവരെ ആശങ്കകൾ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഉത്കണ്ഠ നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന ഒരു ഭയാനകമായ രോഗമാണ്. പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി മാത്രം തുടരും. നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും സ്വയം ഉണ്ടാക്കിയതാണ്. അമിതമായ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ നാം സ്വയം മുഴുകുന്നു. നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. ഒരു ചെറിയ പ്രതീക്ഷ പോലും നിറവേറ്റപ്പെടാതെ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു പ്രശ്നമാക്കി മാറ്റുന്നു. ലളിതമായിരിക്കുക. ലളിതമായ ജീവിതം നയിക്കുക. നിങ്ങളുടെ ചിന്തകളുമെല്ലാം ലളിതവും എളുപ്പവുമാകുക. ആരെയും ആശ്രയിക്കാതെയും പ്രതീക്ഷകളില്ലാതെയും ജീവിതം നയിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കുക. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കണ്ണുകളടച്ചിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. നോക്കൂ, മാന്ത്രികമായി തോന്നുന്നു. ഇത് അത്തരമൊരു പ്രശ്നമല്ല. ഞാനിത് ശരിയായി പരിഹരിക്കും. ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തേക്കാൾ വലുതായിരിക്കില്ല. എൻ്റെ ജീവൻ വിലപ്പെട്ടതാണ്.
പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി എനിക്കറിയാം. കൂപ്പുകൈകളോടെ ഗുരുദേവനെ വണങ്ങിക്കൊണ്ട് ലാസൂനാസ് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം കമൻറ്റ് ബോക്സിൽ എഴുതുക. ആ പ്രശ്നത്തിനുള്ള പരിഹാരം വളരെ ലളിതമായ ഒരു പുഞ്ചിരിയോടെ മറ്റു സുഹൃത്തുക്കൾ പറയുമെന്ന് ഉറപ്പാണ്.